ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എടാ നാറികളെ, നീക്ക് കളരി പഠിപ്പിച്ച ആശാന്റെ നെഞ്ചത്ത് തന്നെ ചവിട്ടിയല്ലടാ. നട്ടലുണ്ട് ചെയ്ത് കാണിക്കണം അവൻ്റെയൊക്കെ ഒരു പാരലൽ വേൾഡ് കപ്പ്. ഇതെന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാം ഗൈസ്. 2026 ഫുട്ബോൾ ലോകത്തിൻ്റെ വിശ്വമാമാങ്കം അരങ്ങേറുകയാണല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ഫാക്ട്സ് കുറച്ചൊന്ന് നോക്കി വരാം. 200 ദിവസത്തിനകം അത് വരികയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫാക്ട്സ് കുറച്ചൊന്ന് നോക്കി വരാം. എന്തൊക്കെയെന്നല്ലേ പറഞ്ഞുതരാം. ബാ, ആദ്യമായി 48 രാജ്യങ്ങളടങ്ങുന്ന ഏറ്റവും വലിയ ബൃഹത്തായ വേൾഡ് കപ്പ്. അതെ ഗൈസ്, 48 രാജ്യങ്ങൾ. പിന്നീട് 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ 48 ടീമുകൾ അടങ്ങുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ എന്തെന്ന് നമുക്ക് പിന്നീട് പരിശോധിക്കാം. പിന്നീട് 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ വേൾഡ് കപ്പ്. USA, കാനഡ, മെക്സിക്കോ, ഇങ്ങനെ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ. മുമ്പൊക്കെ ഒരു രാജ്യമായിരുന്നു വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, 3 രാജ്യങ്ങൾ. പിന്നീട് ആദ്യമായി 4ഓളം രാജ്യങ്ങൾ ആദ്യമായി ലോകകപ്പിനെത്തുന്നു. ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, കേപ്പ് വെർഡെ, കൊർസോവ. ഇതിൽ കേപ്പ് വെർഡെയും കൊർസോവയും ജനസംഖ്യ 5 ലക്ഷവും 1.5 ലക്ഷവും പോപ്പുലേഷൻ മാത്രമുള്ള കൺട്രീസാണ് വേൾഡ് കപ്പിനെത്തുന്നത്. കണ്ടു പഠിക്കണം പലരും. പിന്നീട് ഒരുപാട് യുവതാരങ്ങളുടെ വേൾഡ് കപ്പാണിത്. ലാമിൻ യമാൽ എന്ന ഫുട്ബോൾ ലോകത്തിന് ബാർസലോണ സമ്മാനിച്ച മറ്റൊരു ഇതിഹാസം, സ്പെയിനിൻ്റെ ഇതിഹാസം. അദ്ദേഹത്തിൻ്റെ രാജ്യമായ സ്പെയിനുണ്ട്. അതേപോലെ ഒരിക്കലും ഉറവ പറ്റാത്ത ബ്രസീലിയൻ അക്ഷയഖനികളിൽ നിന്ന് നമ്മുടെ എസ്റ്റവായോ വില്യൻ, 18 വയസ്സ് മാത്രമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബ്രസീലുണ്ട്. അങ്ങനെ എത്ര ടീമുകളുണ്ട്. പിന്നീട് അങ്ങനെ ഒത്തിരി ടീമുകൾ. അതിനുശേഷം ഒരുപാട് ഇതിഹാസങ്ങളുടെ അവസാന വേൾഡ് കപ്പാണിത്. 2 ഇതിഹാസങ്ങൾ, കിലിയൻ എംബാപ്പെ ആൻഡ് മെസ്സി. ഇവർ രണ്ടുപേരും അവരുടെ വേൾഡ് കപ്പ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് നെയ്മർ ജൂനിയർ, ഇവർ രണ്ടുപേരും ഇതുവരെ വേൾഡ് കപ്പ് നേടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന അതല്ലല്ലോ, ക്രിസ്ത്യാനോ ആൻഡ് ലിയോ, ഇവർ രണ്ടുപേരുടെയും അവസാന വേൾഡ് കപ്പാണ്. ഒന്ന് ഓർക്കണം ഗൈസ്. ഹൃദയഭേദകമായിരിക്കും ആ ഫിഫ വേൾഡ് കപ്പ് ഓരോ ആരാധകനും കണ്ടു തീർക്കുക. മെസ്സി പടിയിറങ്ങുന്നത് ക്രിസ്ത്യാനോ ആരാധകർക്കും, ക്രിസ്ത്യാനോ പടിയിറങ്ങുന്ന മെസ്സി ആരാധകർക്കും എന്തൊക്കെ പറഞ്ഞാലും സഹിക്കുന്നതിലും അപ്പുറമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും 40-38 വയസ്സായി രണ്ടുപേർക്കും. എന്നിട്ടും ഇവരേതോ ഏലിയൻസ് ആണെന്ന് തോന്നുന്നു, സ്പേസ് ഷിപ്പിൽ വന്നിറങ്ങിയതാന്ന്. ഏത് യൂണിവേഴ്സിറ്റി? ഒരാൾ ബൈസൈക്കിൾ ഗോൾ അടിക്കുന്നു, മനുഷ്യരൊന്നുമില്ല. ഒരാൾ ഒരു ഗോള് 3 അസിസ്റ്റുമായിട്ട് മിന്നിത്തിളങ്ങുന്നു. രണ്ടുപേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് നോക്കണം ഗൈസ്. ഇനി അങ്ങനെ ഇവർ രണ്ടുപേരുടെ അവസാന വേൾഡ് കപ്പ്. ഇതിൽ മെസ്സി വരുന്നത് കോപ്പയുടെ മധുരമൊക്കെ ആവശ്യത്തിന് മോന്തി കുടിച്ചവനാണ്. ഫുട്ബോൾ ലോകത്തിന് ഒന്നും നേടാനില്ലാത്തവനാണ്. അതേപോലെ അല്ലല്ലോ നമ്മുടെ ക്രിസ്ത്യാനോയ്ക്ക് അദ്ദേഹം ഫിഫ വേൾഡ് കപ്പ് എന്നെ ഡിസൈഡ് ചെയ്യില്ലെന്ന് അദ്ദേഹം പറയുമെങ്കിലും ആ പയ്യൻ്റെ ലക്ഷ്യം ഫിഫ വേൾഡ് കപ്പ് തന്നെയാണ്. അതിലൊരു സംശയമില്ല ആർക്കും. കാരണം പയ്യനെ കുറിച്ച് ചുമ്മാ വിളിച്ചാണ് ഗൈസ്, എന്നെ ആരും പൊക്കാലം ഇട്ടേക്കല്ലേ. അപ്പം ആ പയ്യൻ്റെ വേൾഡ് കപ്പ് അദ്ദേഹം ചുമ്മാ അറിയുന്നത് അല്ല, വേറൊന്നുമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഫിഫയിലെ മാമന്മാർ ഇടയ്ക്ക് ക്രിസ്ത്യാനോയിട്ട് കൊട്ടുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോ ഇനി തിരിച്ച് കൊട്ടണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ലൈന്. അപ്പം ക്രിസ്ത്യാനോ ഇടയ്ക്കിടയ്ക്ക് കൊട്ടണം. അപ്പം ഫിഫയ്ക്കിട്ടുള്ളൊരു കൊട്ടാണത്. അപ്പം ഒരുപക്ഷെ റോബർട്ടോ മാർട്ടിനസ് എന്ന പോർച്ചുഗലിൻ്റെ പരിശീലകൻ്റെ പദ്ധതി 2022 അർജന്റീന സ്വീകരിച്ചതായിരിക്കുമോ? കാരണം ക്രിസ്ത്യാനോയെ മുന്നിൽ നിർത്തി എന്തിനും ഏതിനും പോകുന്ന പടയാളികളെ അണിനിർത്തിയുള്ള പദ്ധതികൾ കാത്തിരിക്കാം. ഇനി 2022 സാക്ഷാൽ ലയണൽ സ്കലോണി അർജന്റീൻ ടീമിനെ എങ്ങനെയാണ് അണിയിച്ചൊരുക്കിയത്? ലിയോ മെസ്സി എന്ന ഫുട്ബോൾ ലോകത്തിൻ്റെ മിഷയ്ക്ക് വേണ്ടി പോരാടുന്ന 11 കളിക്കാർ, മെസ്സിക്ക് വേണ്ടി മരിക്കാനും തയ്യാറായ കളിക്കാർ. ആ കളിക്കാരെ നിർത്തിയല്ലേ അദ്ദേഹം കളിച്ചത്. മെസ്സിയും 2026 എത്തുന്നത് വേൾഡ് കപ്പ് എന്നത് ലക്ഷ്യമിട്ടാണ്. ചുമ്മാ ഒരു ആർഭാടത്തിന്, ലക്ഷറിക്ക് വേണ്ടി. എനിക്ക് വേൾഡ് കപ്പ് കളിക്കാൻ അറിയോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പഹയം പറയുമെങ്കിലും കളിക്കുക തന്നെ ചെയ്യും കൈസ്. അല്ല, ഒരു ഡൗട്ടുമില്ല അതിലൊന്നും. പയ്യനെ കളിക്കുക ചുമ്മാ ആണേ കൈസ്. ഇനി ഒരുപാട് പരിശീലകരുടെ ഒരു വേൾഡ് കപ്പ് ആണല്ലോ ഇത്. നമ്മുടെ അർജന്റീനയുടെ സ്വന്തം ലിയണൽ സ്കലോണി, ബ്രസീലിൻ്റെ കാർലോ ആൻസലോട്ടി, സ്പെയിനിൻ്റെ ഏതായിരുന്നു മറന്നുപോയി, പോർച്ചുഗലിൻ്റെ റോബർട്ടോ മാർട്ടിനസ്, പിന്നെ അങ്ങനെ ഒത്തിരി പരിശീലകരുടെ ആദ്യത്തെ വേൾഡ് കപ്പാണ്. പിന്നെ അങ്ങനെ ഒത്തിരി
എന്തെല്ലാം വരാനിരിക്കുന്നു നമുക്ക്. സർപ്രൈസുകൾ ഒരുപാടാണ്. നെയ്മർ ജൂനിയർ അദ്ദേഹം വേൾഡ് കപ്പ് അടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് 2030 അദ്ദേഹത്തിന് അവസരമുണ്ടാകും. കാരണം വിട്ടുകൊടുക്കാത്ത പോരാളിയാണ് നെയ്മർ. അദ്ദേഹത്തിന് അവസരം ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ ക്രിസ്ത്യാനോയുടെ കാര്യം അതല്ല. സോ ക്രിസ്ത്യാനോ ഓർ മെസ്സി ഇതിലാരെങ്കിലും ഒരാൾ വേൾഡ് കപ്പ് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എംബാപ്പെ ഉണ്ടെങ്കിലും അതേപോലെ ലാമിൻ യമാൽ ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങൾ അവർക്കൊക്കെ ഒരുപാട് ചാൻസുകൾ ഇനി ഉണ്ടേ. അതേപോലെ നമ്മൾ 2022 മിസ് ചെയ്ത ആ ഒരു വസന്തം ഉണ്ടല്ലോ, എർലിംഗ് ഹാലൻഡ് നോർവേയുടെ, അദ്ദേഹത്തിൻ്റെ രാജ്യമുണ്ടാകും. പിന്നെ ആ അപ്ഡേറ്റ് നിന്നല്ലേ പാരലൽ വേൾഡ് കപ്പ്. ഏത് പാരലൽ വേൾഡ് കപ്പ് റഷ്യ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ തന്നെ. അതായത് റഷ്യ, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ഉക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് ഫുട്ബോളിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് റഷ്യ തകർക്കുന്നു എന്ന് പറഞ്ഞ് റഷ്യയെ ബാൻ ചെയ്തിരുന്നു ഫിഫ. സോ അതിനെ തുടർന്ന് പാരലൽ വേൾഡ് കപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഫിഫയ്ക്ക് എന്നൊരു പ്രതികാരം എന്ന രീതിയിൽ ഒരു പാരലൽ വേൾഡ് കപ്പിന് യോഗ്യത നേടാത്ത നൈജീരിയ, കാമറൂൺ, അതേപോലെ പെറു, ചിലി, വെനസ്വല അങ്ങനെ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വേൾഡ് കപ്പ് ഒരു 12 രാജ്യങ്ങളായിരിക്കുമെന്നാണ് അപ്ഡേറ്റ്. പക്ഷേ ഇതൊക്കെ എത്ര പോസിബിൾ ആണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം ഫിഫ അതിൽ നടപടി എടുക്കാതിരിക്കുമോ? ഇനി റഷ്യയെ സംബന്ധിച്ച് ആണെങ്കിൽ അവർക്ക് മുകളിൽ ആകാശം താഴെ ഭൂമി, അതാണ്. പക്ഷേ അതേപോലെ അല്ല മറ്റ് രാജ്യങ്ങൾക്ക്. ഫിഫയുടെ ഭാഗത്ത് നടപടി ഉറപ്പാണ്. പോസിബിൾ ആണോ ഡൗട്ടാണ്. പിന്നെ ഇതൊക്കെ ആര് കാണുമോ ഡൗട്ടാണ്. കാരണം ആ സമയത്ത് എല്ലാവരും ഫിഫ വേൾഡ് കപ്പിൻ്റെ പിന്നാലെ ആയിരിക്കും. ഇതൊക്കെ ആര് കാണാനാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ട്? അറിയില്ല ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വെച്ചാൽ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സാക്ഷാൽ ലിയോ മെസ്സിയും നേർക്കെത്തണം. അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ. എൻ്റെ മോനെ, അതൊരു കിടുക്കാച്ചി ഫൈനലായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഞാൻ പറയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് പുഷ് ചെയ്യുക ഗൈസ്. അപ്പം